സ്കൂൾ കലോത്സവങ്ങൾ കേരളത്തിന് അസംഖ്യം പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് കൊല്ലം സ്വദേശിയായ ജയദേവ് കുമാർ. ഒരു കാലത്ത് യുവജനോത്സവ വേദികളിൽ ആലാപന മികവ് കൊണ്ട് തിളങ്ങിയ ജയദേവിന് പക്ഷേ കാലം കാത്തുവച്ചത് ദുരിതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. 62ാമത് സ്കൂൾ കലോത്സവം കൊല്ലത്ത് പൊടിപൊടിച്ചപ്പോൾ കലോത്സവ വേദികളിലും സദസ്സിലും നിറഞ്ഞാടിയ കൊല്ലത്തെ കലാകാരന്മാരും കലാസ്വാദകരും ഒരുപോലെ തിരക്കിയ ഒരു മനുഷ്യനുണ്ട്. ഒരു പാട്ടുകാരൻ, ഒരു കലാകാരൻ. ഒരു കാലത്ത് യുവജനോത്സവ വേദികളിൽ പാട്ടിൻ്റെ പാലാഴി തീർത്ത ജയദേവ് കുമാർ. ആ മനുഷ്യനെ പറ്റി ഏറെ നാളുകളായി ഉറ്റ സുഹൃത്തുക്കൾക്ക് പോലും അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ആ കലാകാരൻ ഇവിടെയുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2 വൃക്കകളും തകരാറിലായി നടക്കാൻ കഴിയാതെ ഉറ്റവരാരും തുണയില്ലാതെ 2ാം വാർഡിലെ 49ാമത്തെ കിടക്കയിൽ താൻ വേദികളിൽ പാടിയ പാട്ടുകളൊക്കെ ശബ്ദമില്ലാതെ പാടിക്കൊണ്ട് 1976 യുവജനോത്സവ വേദികളെ പ്രകമ്പനം കൊള്ളിച്ച ശ്രുതിമധുരമായ ശബ്ദം. അന്ന് പാട്ടിന് 2ാം സ്ഥാനം. പിന്നീട് അതേ പാട്ട് പാടിക്കൊണ്ട് 84 വരെ വേദികളിൽ സ്ഥിര സാന്നിധ്യം. കൊല്ലം ഫാത്തിമ മാതയിലെയും SN കോളേജിലെയും കലോത്സവ പ്രതിഭ. ലഭിക്കുന്നതാകട്ടെ 1ഉം 2ഉം സ്ഥാനങ്ങൾ. എന്നാൽ ജീവിതം കരുപിടിപ്പിക്കാൻ വടക്കേ ഇന്ത്യയിലേക്ക് വണ്ടി കയറിയ ജയദേവിൻ്റെ ആ ഗാനം യുവജനോത്സവ വേദികൾ പിന്നീട് കേട്ടിട്ടേയില്ല. രോഗബാധിതനായി ജീവിതം ചക്രക്കസേരയിൽ തള്ളി നീക്കുമ്പോഴും തന്നെ താരമാക്കിയ ആ പാട്ടിങ്ങനെ വേദനയോടെ പാടുകയാണ് ഈ കലാകാരൻ. പ്രതിഭാവമോനീ രതിസുഖപ്രിയരാഗശ്രുതിഭാവമോ പ്രിയമാലിനി എൻ്റെ മധുശാലിനി അമൃതവർഷിണിയായി വിടരൂ നീ. വടക്കേ ഇന്ത്യയിൽ നിന്നെത്തി ജീവിതവും സംഗീതവും തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പിന്നെ വർഷങ്ങളോളം ഒറ്റയ്ക്ക്. അതിനിടയിൽ രോഗബാധിതനായി. 24 കൊല്ലം ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് വന്നു എന്നെ ഇവിടെ. വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊല്ലം കാവനാട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ എനിക്കൊരു ജോലി വാങ്ങി തന്നു, സെയിൽസ്മാൻ്റെ. അവിടെ വെച്ചാണ് എനിക്കിത് സംഭവിക്കുന്നത്. കാലിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇൻഫെക്ഷൻ ആകുമ്പോൾ എനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഇത്തവണ ഇൻഫെക്ഷൻ ആയപ്പോഴത്തേക്കും ഞാൻ റൂമിനകത്തായിരുന്നു, ബോധം കെട്ടുപോയി. പിന്നെ പോലീസുകാരൊക്കെ വന്ന് തള്ളി തുറന്നാണ് എന്നെ ഇതാവുന്നത്. എന്നാൽ ഈ വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെടലിന്റെ വേദനയിൽ നീറിക്കഴിയുന്ന ജയദേവിന് തുണയായി കൊട്ടാരക്കര ആശ്രയ. ജീവിതത്തിൽ തനിച്ചായിപ്പോയ വ്യക്തിയാണ്. അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി. ആരും സഹായിക്കാനില്ല എന്നുള്ള വിവരം അറിഞ്ഞിട്ട് ഞങ്ങളിവിടെ ആശുപത്രിയിൽ വന്ന് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ഒരു സ്റ്റാഫിനെ ഇവിടെ നിയോഗിച്ച് അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ ശുശ്രൂഷകളും ചെയ്തു വരികയാണ്. അദ്ദേഹത്തിൻ്റെ കലാവാസനകൾ പരിപോഷിപ്പിക്കാനുള്ള അവസരങ്ങൾ ആശ്രയയിലുണ്ട്. ഇനിയും ജയദേവ് പാടും. ഒറ്റയ്ക്കല്ല, ആശ്രയയിലെ ഒരുപാട് മനുഷ്യർക്കൊപ്പം. ജിതിനും സജീവിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. എന്തായാലും ഈ കലാകാരന് എന്തെങ്കിലും ആശ്വാസം നൽകാൻ ആളുകൾ തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.